അടുത്ത തലമുറയും എല്ലാം ഇത്തരം മാതൃകകളിൽ നിന്ന് കണ്ടു പഠിക്കേണ്ടതാണ്. കൃഷിക്കാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ മുണ്ടേവേലി അത്തിപ്പൊടി നിവാസികൾക്ക് അഭിമാനം ഏറെ നൽകുന്ന അദ്ദേഹത്തിന്റെ ഈ സത്പ്രവൃത്തിക്ക് കാരളി സംഘവേദി ഇവിടെ ഒരു ഉപഹാരം നൽകിയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം തുടർന്നും നല്ല പ്രവർത്തനം നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന്, അതുപോലെ ദീർഘായുസ്. ഇദ്ദേഹം ഒരു മാരത്തൺ ഓട്ടക്കാരൻ കൂടിയാണ്. സോഫിയ ടി പി ടീച്ചറെയും അത് ഏറ്റുവാങ്ങുക ആദ്യമായിട്ട് ഷീബ മാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് കഴിയുക. അടുത്തതായിട്ട് ക്ഷാമണിയിക്കുന്നത് ഹരിമോഹൻ സാറിനെയാണ്. അധ്യക്ഷയാണ്. ഓക്കെ, കൈയടിക്കാം. താങ്ക് യു ഷിബ മാം, താങ്ക് യു ഡോക്ടർ ഹരിമോഹൻ. ഞാനൊരു ചോദ്യത്തിൽ ആദ്യം തുടങ്ങാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയൂ, ക്യാൻസർ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഫീലിംഗ് എന്താണ് ഈ ക്യാൻസർ? എൻ്റെ മദറിനും എൻ്റെ ഫാദറിനൊക്കെ വൻകുടലിൽ ക്യാൻസർ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് വരണം നിർബന്ധമില്ല, പക്ഷെ ഞാൻ കെയർഫുൾ ആവണം. ഞാനൊരു ചോദ്യത്തിൽ ആദ്യം തുടങ്ങാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയൂ, ക്യാൻസർ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഫീലിംഗ് എന്താണ് ഈ ക്യാൻസർ? എൻ്റെ മദറിനും എൻ്റെ ഫാദറിനൊക്കെ വൻകുടലിൽ ക്യാൻസർ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് വരണം നിർബന്ധമില്ല, പക്ഷെ ഞാൻ കെയർഫുൾ ആവണം. പല ആൾക്കാരും അതിലൊരു 50-60% ക്യൂറബിൾ ആയിരിക്കും. പക്ഷെ അവരാകെ പേടിച്ച് വിറച്ച് വരണ്ടാണ് അവരും വരുന്നത്, അവർ ഫാമിലിയും വരുന്നത്. അവരാദ്യം തന്നെ വന്ന് പറയുന്നത് പറയണ്ട, ആരോടും പറയണ്ട. ആക്ച്വലി അത് വലിയൊരു തെറ്റാണ് നമ്മൾ ഈ പറയണ്ട എന്ന് പറഞ്ഞ കാര്യം. ബിക്കോസ് ഇന്ത്യയിലായതുകൊണ്ട് കുഴപ്പമില്ല, പുറമേ നാട്ടിൽ അതൊരു ക്രൈമാണ്. ഒരിക്കലും പേഷ്യൻറ്റിന് പറയാതിരിക്കുന്നത് ഒരു കുറ്റാണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ നിർബന്ധിച്ചിട്ട് ഹലോ നിനക്ക് ലങ് ക്യാൻസറാണ് അങ്ങനെ പറയുന്നില്ല. അവിടെ പറയും, അവിടുത്തെ ഡോക്ടർ വിളിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല നിനക്ക് ലങ് ക്യാൻസറാണ്, ഈ ലോക്കൽ ഇത്ര സ്ഥലത്തുണ്ട്, ഇതാണ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പറഞ്ഞ ഭാഗ്യത്തിൽ നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു പോവാം. പക്ഷെ പറയാതിരിക്കുന്നത് തെറ്റാണ്. പക്ഷെ പറയാതിരിക്കുമ്പോൾ രണ്ട് കാര്യമില്ല. ഒന്ന്, അത് അയാളെ പറ്റിക്കുന്നതാണ്, നമ്പർ 1. ഇനിയൊന്ന്, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ പറയാതെ ഇരിക്കുകയാണ്, പക്ഷെ അയാൾ അതിനെക്കാട്ടിലും ക്ലെവറായിട്ട് അത് മനസ്സിലാക്കും. എന്നിട്ട് അയാൾ വരുന്ന സ്ഥലം ബാക്കി ആൾക്കാരെ കാണുന്നത്, മാർക്കറ്റ് പോകുന്നത്, മുടി പോയ ആൾക്കാരെ തിരുവനന്തപുരത്തിനോ യാതൊരു ഒരു കോമൺ സെൻസുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇതാണ്. അപ്പോൾ അയാളിലേക്ക് എൻ്റെ റിലേറ്റീവ്സൊക്കെ എന്നോട് പറയാതെ നാടകം കളിച്ച് കിടക്കുകയാണ്. ഞാനും നാടകം കളിക്കാൻ എനിക്കറിയാതെ പോലെ. അങ്ങനെ ബാക്കിയുള്ള ജീവിതം ചിലപ്പോൾ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ, ആ ജീവിതം ഞാൻ നാടകം കളിച്ചു പോകും. അതിനെക്കാട്ടിലും ഉള്ള കാര്യം വളരെ ചെറുതായിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞ വാക്കൊന്നും ഉപയോഗിക്കാതെ ഒരു മുഴയുണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ വളരെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ക്യാൻസർ എന്ന് പറഞ്ഞ ഒറ്റ രോഗമല്ല. ഇപ്പം നമ്മൾ പറയണ ഒരു ക്യാൻസർ, അപ്പോൾ എല്ലാ ക്യാൻസറിനും ഒരു ട്രീറ്റ്മെൻ്റ് ആണോ? നമ്മൾ ഹിമാലയത്തിന് ഒരു മലയായിട്ട് കരുതുന്ന പോലെയാണ്. പല ടൈപ്പും ഉണ്ട്. അതിൻ്റെ ഓരോരോ ടൈപ്പിൻ്റെയും ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ടൈപ്പും ഒക്കെ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ എന്ത് വിചാരിക്കും ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു സാധനമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ക്യാൻസർ പേഷ്യൻസ് വരുമ്പോൾ അവർ പറയും എനിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്, എൻ്റെ കൂടെ അവിടെ ഇരുന്ന ആൾക്കാർക്കും ബ്ലഡ് ക്യാൻസർ ഡോക്ടർ, പക്ഷെ അവർക്ക് റേഡിയേഷൻ കൊടുത്തു എനിക്ക് തന്നില്ല. ആ ടൈപ്പ് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള സാധനം ഇതുപോലെ അണുക്കൾ വർദ്ധിക്കും. കുടൽ ക്യാൻസർ വന്നു വെച്ചത് വൻകുടലിൽ അവർ ഓപ്പറേഷൻ ചെയ്തു, എന്നാലും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കിണത്രത്തിൽ വേണ്ടി വരും. കാരണം എന്താ പറഞ്ഞാൽ എല്ലാ സെല്ലുകളും എടുക്കാൻ പറ്റില്ല ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക്. പുള്ളിക്കാരന് ഒരു ആ ഏരിയയിൽ മൊത്തമായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ ഒരു സെല്ല് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ലിവറിലേക്കോ എവിടേക്ക് പോയിട്ട് വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നുണ്ട്, ആ പറഞ്ഞ എവിടെയെങ്കിലൊക്കെ ഒളിച്ചിരിക്കുന്ന സെല്ലുകളെയൊക്കെ അത് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടി പിന്നീട് പ്രോബ്ലം വരാതിരിക്കും. സേഫ്റ്റിയാണ്, അതിനാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സർജറി ചെയ്ത് എല്ലാം ക്ലീനായിട്ട് മാറി ചെയ്യുന്നു, പിന്നെ എന്തിനാണ് ഈ കീമോ കൊടുക്കുന്നത്? അതേപോലെ തന്നെയാണ് റേഡിയേഷൻ. ചില സമയത്ത് റേഡിയേഷൻ്റെ ആവശ്യം വരും. റേഡിയേഷൻ എന്ന് പറഞ്ഞാലും നമ്മൾ കരിയിപ്പിക്കുകയെ അങ്ങനെ ചൂട് തട്ടുകയെ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പഴയ ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഉപയോഗിച്ചിരുന്ന ഒരു കാലത്തുണ്ട്. എക്സ്റേ മെഷീൻ ഉപയോഗിച്ചിരുന്നു, പിന്നെ കൊബാൾട്ട് എന്നൊക്കെ പറഞ്ഞ
സോഴ്സ് ഉപയോഗിക്കുന്ന കാലത്തൊക്കെ ഒരു ഡോസ് ഒന്നും ശരിക്കും കൊടുക്കാൻ പറ്റില്ല. ഇന്നൊക്കെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്, ലീനിയർ ആക്സിലേറ്റർ എന്നൊക്കെ പറയും. അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഉള്ളിൽ സ്പോട്ടിൽ മാത്രമേ അത് തൊടുള്ളൂ, ആ ട്യൂമറിനെ മാത്രമേ അത് നശിപ്പിക്കുള്ളൂ, ചുറ്റുഭാഗങ്ങളെ ഒന്നും അത് കേടുവരുത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെഡ് മീറ്റ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സ്റ്റമക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഡൈജസ്റ്റ്? ഡിപ്പെൻസ് അപ്പോൺ ദ ഹൗ മച്ച് ഇറ്റ് ഇസ് കുക്ക്ഡ്. ഇപ്പോൾ നമ്മൾ ശരിക്കും ഏത് സാധനം, റെഡ് മീറ്റ് മാത്രമല്ല, നമ്മൾ എന്ത് സാധനം കഴിച്ചാലും അത് എത്രത്തോളം കുക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഡൈജഷൻ മാറുള്ളൂ. വീട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അണ്ടർഫുഡായിട്ടുള്ള സാധനമാണെങ്കിൽ ചിലപ്പോൾ ശരിക്കും ഡൈജസ്റ്റ് ആയില്ല എന്ന് വരും, സമയമെടുക്കും. അത് രാവിലെയും വൈകുന്നേരം കഴിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഇനി അത് ഇത്രയും വർഷം കണ്ടിന്യൂ ചെയ്യും. ആ മരുന്ന് ദീർഘമായിട്ട് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി അത് നിർത്തിയാൽ മറ്റെന്തെങ്കിലും തരത്തിൽ ടേൺ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്? കുറേ മരുന്നുകൾ അലോപ്പതിയിൽ കുറേ കാലം കഴിക്കുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ ഞാൻ BP-യുടെ മരുന്ന് 35 കൊല്ലമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്, എല്ലാ ദിവസവും കഴിക്കും, ഒരു കുഴപ്പമില്ല. ബിക്കോസ് ആ മരുന്നിനെ ഉണ്ടാക്കിയത് തന്നെ ലോങ് ടേം ആയിട്ടുള്ള ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ മിക്കക്കോളിന് വേണ്ടി ഗുളിക നിങ്ങൾ നിർത്തിയാലേ പ്രശ്നം വരുള്ളൂ, നിർത്താതെ കഴിക്കുമ്പോൾ ഒരു കുഴപ്പം. ട്രീറ്റ്മെൻറ്റ് നടത്തി അത് പരിപൂർണമായിട്ട് സുഖമായ ഒരു വ്യക്തിയിൽ അയാളുടെ ജീൻസിന് എന്തെങ്കിലും ചേഞ്ചസ് വരുമോ, അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിനും ഫേസിനൊക്കെ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഈ ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് മജ്ജ എന്ന് പറയുന്നത്. അപ്പോൾ ആ മജ്ജയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ലുക്കീമിയാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മജ്ജ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സെല്ലുകൾ അതിൽ വരുന്നില്ല. അപ്പോഴാണ് നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്നത്. അതിനും നമ്മുടെ മുഖത്തിൻ്റെ ഇതും നമ്മുടെ സ്വഭാവ ഇതും യാതൊരു ബന്ധവുമില്ല. അത് ജീൻസ് അല്ലാതെ 20 ദിവസവും വായിൽ ഈ അൾസറിൻ്റെ പോലെയുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ വയറിൽ ഗ്യാസ് പോലെ നമുക്ക് എപ്പോഴും ഫീലിംഗ് ആണ്. ഇത് നമുക്ക് നമ്മുടെ അന്നനാളത്തിൽ വല്ല ക്യാൻസറിന് ഉള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രിക്കോഷനായിട്ട് വല്ല ടെസ്റ്റ് നടത്തണം. വായിൽ അൾസർ വരുന്നത് നമുക്ക് ക്യാൻസറിൻ്റെ ഒന്നും അറികുറിയല്ല. നമുക്ക് ചിലപ്പോൾ ബി കോംപ്ലക്സ് കുറഞ്ഞു എന്നുള്ളത് കാണിക്കുകയാണെങ്കിൽ മാത്രം അത് നമ്മൾ നല്ല ബി കോംപ്ലക്സിൻ്റെ മരുന്ന് കഴിച്ചാൽ മതി. ഈ മലദ്വാരത്തിൽ വരുന്ന തന്നെ കറുപ്പ് നിറത്തിൽ കാണുന്ന മലത്തിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ നമുക്ക് സാധാരണ ഗതിയിൽ ഒരു ദിവസം നമ്മൾ പ്രോപ്പറായിട്ട് മോഷൻ പാസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ദിവസമായിട്ട് മാറ്റങ്ങൾ വരികയാണ്. പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വരിക, അല്ലെങ്കിൽ മലബന്ധം വരിക, എന്തോ ഒരു പണ്ടത്തെക്കാട്ടിലും മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മലം കറുപ്പായിട്ട് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എവിടെയോ ചെറിയ ബ്ലീഡിങ് ഉണ്ട് എന്നുള്ളത്. യൂട്രസിൽ ഫൈബ്രോയിഡ് വരുമല്ലോ, അപ്പോൾ ഇത് പിന്നീട് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടാവും? ഇല്ല, ഫൈബ്രോയിഡ് ഒന്നും എല്ലാം ഡോക്ടേഴ്സൊക്കെ അങ്ങനെ പറയാറുണ്ട്. നമ്മൾ ഫൈബ്രോയിഡ് ഒന്നും ചെയ്യാതെ അവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് ആവാൻ സാധ്യത. ഫൈബ്രോയിഡ് കണ്ടു കഴിഞ്ഞാൽ അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അവർ മിക്കവാറും റിമൂവ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രായമായതാണെങ്കിൽ ഒരു ചൈൽഡ് ബെയറിംഗ് ഏജ് എല്ലാം കഴിയുകയാണെങ്കിൽ അത് യൂട്രസ് എടുക്കുന്ന നല്ലതെന്ന് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യണം. ബിക്കോസ് ഇത് നിങ്ങൾക്ക് ആക്ച്വലി യു ആർ എ ലക്കി മാൻ. അപ്പോൾ ഈ HCC എന്ന് പറയും, ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ എന്ന് പറയും, ലിവറിൽ വരുന്നതാണ്. അത് AAP ആണ്, അതിൻ്റെ ട്യൂമർ മാർക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ട്യൂമർ എടുത്ത് കളയാൻ തക്കോണുള്ള സ്റ്റേജായിരുന്നു അത് ഭാഗ്യത്തിന്. അപ്പോൾ അത് എടുത്ത് കളഞ്ഞപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് മാറി. പിന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തിരിച്ച് എവിടെയെങ്കിലും ഒരു സെല്ലെടുത്ത് കുറേ കൊല്ലം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ അത് നേരത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോളോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഈ ദിനം നമ്മൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. ഇന്ന് വന്നവർക്ക് എല്ലാവർക്കും അല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ അഭിപ്രായമുണ്ടാവും ഇല്ലേ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന കുറേ സംശയങ്ങളും കുറേ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ ഒരു കാരണവരെ പോലെ ഇരുന്നു കൊണ്ട് നമുക്ക് സാർ വിശദീകരിച്ചു തന്നു. അതിനെല്ലാം ഈ അവസരം തന്ന ജഗദീശ്വരനോട് തന്നെ ആദ്യം നമ്മുടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. ഇന്നത്തെ ഈ യോഗത്തിന് നമുക്ക് അധ്യക്ഷപദം അലങ്കരിച്ചത് നമ്മുടെ ഇതിൻ്റെ കാരുണ്യ സംഘവേദിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ടീച്ചർ സോഫിയ ടീച്ചറാണ്. സോഫിയ ടീച്ചറിന് എൻ്റെ പേരിലും നമ്മുടെ ഈ കാരുണ്യ സംഘവേദിയുടെ പേരിലും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ഈ വിരുന്ന് മനോഹരമാക്കി തീർത്ത
വളരെ നന്നായി നമുക്ക് ഇതിനെക്കുറിച്ച് ക്യാൻസറിനെ കുറിച്ചും അത് വരാതിരിക്കാനും വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞു തന്ന ഡോക്ടറിനെ ഹൃദയത്തിന്റെ ഭാഷയിലും കാരുണ്യ സംഘവേദിയുടെ പേരും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഈ ഇത് ഓടി നടന്നത് സംഘടിപ്പിക്കുവാനും ഡോക്ടറെ കൊണ്ടുവരാനും എല്ലാ കാര്യത്തിനും നമുക്കറിയാം കാരുണ്യ സംഘവേദി എന്ന് പറഞ്ഞ ഇതിന്റെ നടത്തിപ്പ് ഈ രണ്ടുപേരുടെ കൈകളിലാണ്. ഒന്ന് കോർഡിനേറ്ററായ ബോണിവ സാറും രണ്ടാമത് നമ്മുടെ ലോറൻസ് സാറും.